MDMAയുടെ 7 ജില്ലകളിലെ മൊത്ത കച്ചവടക്കാരനായ മുഹമ്മദ് ഹുസൈൻ ഈ പ്രതിയുമായി ഇപ്പോഴാണല്ലോ പ്രതിയാക്കപ്പെട്ടത്. വി ഡി സതീശനോടൊപ്പം എടുത്ത ചിത്രങ്ങൾ നമുക്ക് കാണാം. എത്രയെത്ര ഫോട്ടോകളാണ് വി ഡി സതീശനോടൊപ്പം ഈ മുഹമ്മദ് ഹുസൈൻ എന്ന പ്രതിയുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ നമുക്കതിൻ്റെ കൃത്യമായ ചിത്രം കിട്ടും. ഈ പ്രതി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലും കൃത്യമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ മാത്രമാണുള്ളത്. നിരവധി പോസ്റ്റുകൾ ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര നിർദ്ദേശം FCRA ആയിരിക്കും. നിയമം വരാൻ പോവുകയാണ്. ഏക സിവിൽ കോഡായിരിക്കും മറ്റൊന്ന്. ദേശീയ പൗരത്വ രജിസ്റ്റർ പ്രശ്നമായിരിക്കും മറ്റൊന്ന്. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ RSSൻ്റെ BJPയുടെ അജണ്ട ഓരോരോ സർക്കുലറായിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതേ നിലപാട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ചീഫ് സെക്രട്ടറി താഴേക്ക് അയച്ചോട്ടെ എന്ന നിലപാട് സ്വീകരിക്കും എന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ കേന്ദ്ര നിർദ്ദേശത്തെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ഗവൺമെൻറ്റുകളും, ഇതൊരു ഗവൺമെൻറ്റല്ലല്ലോ, ഗവൺമെൻറ്റുകളും എല്ലാം എടുത്ത സമീപനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് വേണ്ടേ പരിശോധിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാനും? അല്ലാതെ അവിടെ നിന്ന് വരുന്ന തിട്ടൂർ അതേപോലെ തന്നെ താഴേക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ചിത്രം മാത്രമാണോ ഇവിടെ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? അപ്പോൾ ഇതിവിടെ സംഘപരിവാറിൻ്റെ നിർദ്ദേശങ്ങൾ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താതെ നടപ്പിലാക്കും എന്ന് പറയുന്ന ഒരു ഗൗരവമുള്ള അപകടകരമായ നിലയാണ്. കോൺഗ്രസിൻ്റെ തന്നെ നിലപാടുകൾക്ക് വിരുദ്ധമായ സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത് എന്നത് വളരെ സങ്കീർണമായ പ്രശ്നമാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചു. അത് PMAY അർബൻ പദ്ധതിയാണ്. ഇവിടെ കേരളത്തിലാണെങ്കിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് വീടുകൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സംഘപരിവാർ വിഭാഗത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം നടത്തുന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് PMAY അർബൻ കരാറിൽ കേന്ദ്ര നിർദ്ദേശം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഒപ്പിടാനുള്ള തീരുമാനം. വീടുകൾക്ക് മുമ്പിൽ ചാപ്പ കുത്തുന്നതിനെ ശക്തിയായിട്ട് എതിർത്ത നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുള്ള സന്ദർഭത്തിൽ കേരളത്തിൽ ചെയ്തത്. ചെറിയൊരു പങ്ക് മാത്രമാണ് അവരുടെ ഭാഗമായിട്ട് കിട്ടുക. ബാക്കി സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാമാണ് നമ്മുടെ വീട് നിർമ്മാണത്തിന് പണം ചെലവഴിക്കുന്നത്. അപ്പോൾ വീട് ഓരോ മനുഷ്യൻ്റെയും അവകാശമാണെന്നും അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളൊരു നിലപാടും എടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ PMAY അർബൻ പദ്ധതിയിൽ നിന്ന് LDF വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. ഒരു തരത്തിലുള്ള ചാപ്പകുത്തലും അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടായിരുന്നു ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 5 ലക്ഷത്തിലധികം വീട് നിർമ്മിക്കാനും ഇനിയിപ്പോൾ 1 ലക്ഷത്തിലധികം വീടും പൂർത്തിയാക്കാനും ഉള്ളത് കേരളത്തിൽ. ഇപ്പോഴിത് മാറ്റി ഈ വീട് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഔദാര്യമാണ് എന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഇതാണിപ്പോൾ മുഖ്യമന്ത്രി അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഭാഗമായിട്ടൊരു കാര്യം നമ്മൾ കണ്ടതാണ്. മാതൃഭൂമി അനൂപ് ദാസ് എന്ന ലേഖകൻ ബീഹാറിൽ യാത്രയുടെ ദൃശ്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് വീട് ഒരുക്കിയതെന്നും ആ വീടിൻ്റെ മേലെ അടയാളപ്പെടുത്തിയിട്ടുള്ള ലോങ്കോയുടെ കാര്യവും അന്ന് പറഞ്ഞിരുന്നതാണ്. ആ രീതിയിലുള്ള വീടുകൾ ഒരുക്കാനാണ് വി ഡി സതീശനും കൂട്ടരും ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഇങ്ങനെ ഒരു ബോർഡ് വെച്ചാൽ എന്താ കുഴപ്പം
എന്നാണ് ചിലർ ചോദിക്കുന്നത്. ആശുപത്രിക്കോ അതുപോലെ തന്നെ പാർക്കിനോ മറ്റേതെങ്കിലും സ്മാരകത്തിനോ ഇങ്ങനെ ഒരു ലോഗോ വെക്കുന്നത് കൊണ്ട്, പേര് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അവനവൻ്റെ വീട് ഓരോ മനുഷ്യൻ്റെയും അഭിമാനമാണ്. തൻ്റെ വീട് എന്തോ ഒരു ഔദാര്യം കൊണ്ട് ലഭിച്ചിട്ടുള്ള ഒന്നാണ് എന്ന് പരസ്യപ്പെടുത്തി വരുന്നവരെല്ലാം കാണത്തക്ക രീതിയിൽ അവതരിപ്പിക്കണമെന്ന് ഒരു കുടുംബവും ആഗ്രഹിക്കുന്നതല്ല. അവിടെ ജീവിക്കുന്ന ഒരു കുട്ടിയും വിവാഹിതയായ ഒരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നതല്ല. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പരമാധികാര അടങ്ങുന്ന ഒന്നാണ് സ്വന്തം വീട്. അതിന് ഈ രീതിയിൽ ചാപ്പകുത്തുന്ന സമീപനത്തെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാനാവുന്നതല്ല. ഇപ്പോഴ് മോഡിയും സതീശനും തമ്മിലുള്ള എല്ലാ തർക്കവും തീർത്ത് ഞങ്ങളത് നിർബന്ധപൂർവം വെക്കും എന്ന് പറഞ്ഞ് അതിലൊപ്പിടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചാപ്പകുത്തലിനെതിരായിട്ട് നിന്ന സമീപനത്തിൽ മാറി ഇപ്പോഴാ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്ന് വരുമ്പോഴും അങ്ങനെ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഒരു മന്ത്രി പറഞ്ഞത് അതൊരു ഔദാര്യമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് ജനങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ച് നൽകുന്നത് പോലും ഔദാര്യമാണെന്ന് പറയാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തുച്ഛമായ ഒരു സംഖ്യ മാത്രം വാങ്ങി ബാക്കി മുഴുവൻ കേരളവും ഗുണഭോക്താവും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കണ്ടെത്തുന്ന പണം ഉപയോഗിച്ചുണ്ടാക്കുന്ന വീട് അതും ഒരു ഔദാര്യമാണ് എന്ന് അവതരിപ്പിക്കുന്ന രീതി കേരളീയ സമൂഹം ഒരിക്കലും അംഗീകരിക്കുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ടേക്ക് പോകും എന്ന ധാർഷ്ട്യം നിറഞ്ഞ സമീപനമാണ് ഇന്ന് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം MDMA-യുമായി ബന്ധപ്പെട്ടതാണ്. MDMA കേസിലായ ആളുകൾ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ എന്തൊക്കെ നുണകളാണ് വി.ഡി. സതീശൻ ഇന്ന് നിരത്തിയത് എന്ന് നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നവകേരള സദസ്സിൽ മർദ്ദനമേറ്റപ്പോഴാണ് ആദ്യമായി വിളിച്ചത്. തിരുമ്മൽ കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി കണ്ടു എന്നതാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ 2023 ഡിസംബറിലാണ്, ഡിസംബർ 10-നാണ് പെരുമ്പാവൂരിൽ നവകേരള സദസ്സ് നടന്നത്. ഈ തീയതിക്ക് മുൻപ് തന്നെ MDMA-യുടെ 7 ജില്ലകളിലെ മൊത്ത കച്ചവടക്കാരനായ മുഹമ്മദ് ഹുസൈൻ ഈ പ്രതിയുമായി ഇപ്പോഴാണല്ലോ പ്രതിയാക്കപ്പെട്ടത് വി.ഡി. സതീശനോടൊപ്പം എടുത്ത ചിത്രങ്ങൾ നമുക്ക് കാണാം. 21 മുതൽ 2023 ഒക്ടോബർ വരെ നിരവധി ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതെല്ലാം സദസ്സിന് മുമ്പുള്ള ചിത്രങ്ങളാണ്. സദസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മർദ്ദനമേറ്റതിന് ശേഷം കണ്ടത് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതായത് 2021 മുതൽ 2023 ഒക്ടോബർ വരെ നിരവധി ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പറയും അത് ഡിസംബർ 10-നാണ് 2023 ഡിസംബർ 10-നാണ് പെരുമ്പാവൂരിൽ നവകേരള സദസ്സ് എത്തിയത്. അതിനു മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നേതാക്കൾക്കൊപ്പം ഫോട്ടോ എടുത്ത് ഇടുന്നത് സ്വാഭാവികമല്ലേ എന്ന് ചില ചോദിക്കാം. സ്വാഭാവികമാണ്. കാരണം ഞങ്ങളൊക്കെ ട്രെയിനിൽ പോകുമ്പോഴും അതുപോലെ തന്നെ എവിടെ പോകുമ്പോഴും കാണുമ്പോൾ ഉടനെ വന്ന് ഫോട്ടോ എടുത്ത് പോകുന്ന നിലയൊക്കെ ഉണ്ട്. അത് സത്യമാണ്. എന്നാൽ എത്ര വേദികളിലുള്ള എത്രയെത്ര ഫോട്ടോകളാണ് വി.ഡി. സതീശനോടൊപ്പം ഈ മുഹമ്മദ് ഹുസൈൻ എന്ന പ്രതിയുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ നമുക്കതിൻ്റെ കൃത്യമായ ചിത്രം കിട്ടും.
പിന്നെ പറഞ്ഞത് 3-4 വട്ടം ഞാൻ അതിന് ശേഷം നവകേരള സദസ്സിന് ശേഷം 3-4 വട്ടം കണ്ടു എന്നത് സതീശൻ അവകാശപ്പെട്ടിട്ടുണ്ട്. 18-ലധികം ചിത്രങ്ങൾ, 1ഉം 2ഉം 10ഉമല്ല, അത് ചിലതിൽ നിരവധി ചിത്രങ്ങൾ കൂടിയതാണ് ഒന്ന്. അങ്ങനെയുള്ള നിരവധി ചിത്രങ്ങൾ നമുക്ക് അതിന് ശേഷം കാണാൻ കഴിയും. അതും കാണാം. ഇപ്പോൾ കൈലി മുണ്ടെല്ലാം കൊടുത്ത് വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിലെടുത്ത ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത ഫോട്ടോ ഉണ്ട്. വി.ഡി. സതീശൻ്റെ ഓഫീസിലും വീട്ടിലും ജന്മദിനത്തിലും കോഴിക്കോട് നടത്തിയ വിരുന്നിലും ഒക്കെ പങ്കെടുത്ത ഫോട്ടോകൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് 3-4 പ്രാവശ്യം കണ്ടു എന്ന് പറഞ്ഞിട്ട് ലളിതവരിക്കുന്ന നില ശരിയല്ല. പിന്നെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ല, എനിക്കങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ടീം തന്നെ ഇല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ പ്രതി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലും കൃത്യമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ മാത്രമാണുള്ളത്. നിരവധി പോസ്റ്റുകൾ ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്.